ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത ആളുകളൊക്കെ തന്നെയും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ഈ ഒരു പഠനത്തിൻ്റെ കൂടെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പി എസ് സി മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഭൂരിഭാഗം ഒരു 99% ആളുകൾ എടുത്തു കഴിഞ്ഞാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം. ആ ഫൈനാൻഷ്യൽ ഇഷ്യൂസിനേക്കാളും വളരെ വലുതാണ് ഈ ആളുകളുടെ ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ഈ നമ്മുടെ വീട്ടുകാരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്ന സപ്പോർട്ടില്ലാതെ വരുന്നത്. ഇപ്പോൾ വിവാഹം കഴിച്ച സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് വിവാഹം കഴിച്ച് അതുപോലെ തന്നെ പഠിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ടില്ലാത്തത്, കുട്ടികളെ നോക്കണം, വീട്ടു ജോലികൾ ചെയ്യണം. ഇപ്പം ഇനി വിവാഹിതരല്ലാത്ത ആളുകളാണെങ്കിൽ പറഞ്ഞ വിവാഹത്തോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, ജോലി ഇല്ലാത്തതിൻ്റെ ചോദ്യങ്ങളൊക്കെ നേരിടണം. ആൺകുട്ടികളാണെങ്കിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ അവർ മെയിനായിട്ട് നേരിടുക ഈ പറയുന്ന പോലെ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, വീട് നോക്കണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരു 1% ആളുകൾ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നേരിടേണ്ടി വരാതെ വളരെ സമാധാനവും സ്വസ്ഥമൊക്കെ ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നല്ല സാഹചര്യങ്ങളുള്ളവരായിരിക്കും. അല്ലെങ്കിൽ പാരൻസ് കുറച്ചും കൂടെ മനസ്സിലാക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും അവർ ചിലപ്പം ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിലും അവർക്ക് ഓൾറെഡി ബുദ്ധിമുട്ട് അറിയാം, ഇതൊരു എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇതില്ലാത്ത ഒരു 99% ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എനിക്കറിയാവുന്ന ജോലി നേടിയ ഒരാളുടെ കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് അവരുടെ ലൈഫിൽ അവർ ചെയ്ത കാര്യങ്ങൾ, അവരുടെ ഒരു അപ്രോച്ച് ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ ഒന്നും ആ കഥ കേട്ടുകൊണ്ട് മാറും എന്നല്ല, പക്ഷെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെ കുറേ മാറ്റാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പോൾ അവരുടെ ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അതായത് എൻ്റെ വീട്ടിനടുത്തുള്ള നൈബറാണ് ഇവർ. അപ്പം നമുക്കൊരു പേരിടണം. ശരിയായ പേര് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് നൈബറും കൂടെ ആയതുകൊണ്ട്. അപ്പം നമുക്ക് അമ്മു എന്ന് പേരിടാം. അപ്പോൾ ഈ അമ്മു കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവർ പഠിക്കുന്നുണ്ട്. അതായത് അവർ PG കഴിഞ്ഞിട്ട് സമയത്താണ് കല്യാണം കഴിക്കുന്നത്. PG കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം അവർ BEd ഒക്കെ ചെയ്തു. പിന്നെ കുട്ടിയായി. അങ്ങനെ കുട്ടിക്ക് ഒരു 1.5 വയസ്സുള്ള സമയത്താണ് അവർ PSC പഠനം ആരംഭിക്കുന്നത്. അപ്പോൾ അവർ പഠിക്കാൻ പോകുന്നു. രാവിലെ ഭർത്താവ് പോകുന്ന സമയത്ത് തന്നെ അവരും പോവും. വൈകുന്നേരം ഒരു 5:30-6 മണി സമയത്ത് അവർ തിരിച്ചു വരും. ആഴ്ചയിൽ 6 ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ക്ലാസ്സിന് പോകുന്നുണ്ട്. നമുക്കറിയാം ഒരു ഭൂരിഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ. പക്ഷെ അവർ ക്ലാസ്സുള്ള ദിവസം പോലെ തന്നെ ബാക്കിയുള്ള ദിവസവും പോവും, അവിടെ ഇരുന്ന് പഠിക്കും. അതിൽ ഞായറാഴ്ച മാത്രമാണ് അവർ ഫ്രീ ആയിട്ട് ഉണ്ടാവുക. അതുപോലെ വീട്ടിലിനി അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ, സ്വന്തം ഫാമിലിയിലെ കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ മരണമോ അങ്ങനെ അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവർ ഈ ലീവ് എടുക്കാറുള്ളൂ, ഈ തിങ്കൾ മുതൽ ശനി വരെ. ഈ അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ ഒഴിവാക്കും. പിന്നെ ഞായറാഴ്ച വരുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ഫാമിലി ഇവൻസിലൊക്കെ കൂടാറുള്ളൂ. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പഠിക്കാൻ പോകുന്നതിന് ഇവരുടെ ഹസ്ബൻഡിന് പ്രശ്നമൊന്നുമില്ല. ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ്. പക്ഷെ ഇവർ താമസിക്കുന്നത് ഒരു കൂട്ടുകുടുംബത്തിലാണ്. അതായത് ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉണ്ട്, ഹസ്ബൻഡിൻ്റെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സിൻ്റെ ഫാമിലി ഉണ്ട്, പിന്നെ ബ്രദറിൻ്റെ ഫാമിലി, അങ്ങനെ ഒരു വലിയൊരു കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഈ വീട്ടിൽ ഒരാൾക്കും, അവരുടെ ഭർത്താവ് വെച്ച് ഒരാൾക്കും അവർ പഠിക്കാൻ പോകുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ കുത്തുവാക്കുകൾ കേൾക്കാറുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇനി പഠിക്കുകയാണെങ്കിലും ജോലിക്ക് വേണമെങ്കിലും ഇനി പൈലറ്റ് ആണെങ്കിൽ പോലും നമുക്കറിയാം വീട്ടിലെ പണി കഴിഞ്ഞിട്ട് ബാക്കി പോയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന പോലെ തന്നെ രാവിലെ ആ കുറഞ്ഞ സമയം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അവരുടെ ഹസ്ബൻഡ് പോകുന്ന അതേ സമയത്ത് തന്നെയാണ് പോവുക. അപ്പം കുട്ടി ചെറുതാണ്. അപ്പോൾ ആ ചെറിയ കുട്ടീനെ അവർ അവരുടെ വീട്ടിലാക്കും. പിന്നെ ഒരു 2.5-3 വയസ്സായ സമയത്ത് അവർ ഡേ കെയറിലാക്കിയിട്ട് അങ്ങനെ പോവുക ചെയ്യാം. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി ഉണ്ടാവും. പിന്നെ സൺഡേസിൽ അവർ നന്നായിട്ട് പണിയെടുക്കുന്ന ഒരാളാണ് അവർ. അപ്പം നമുക്കെപ്പോഴും നമ്മുടെ വീട്ടിലെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അവരുടെ ലൈഫ് അങ്ങനെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ്. അപ്പം ഈ ഒരു കോവിഡിനൊക്കെ മുമ്പുള്ള ഒരു സമയം നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് എക്സാം നടക്കാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്ന് 5-6 മാസത്തിനുള്ളിലും 7 മാസത്തിനുള്ളിലൊക്കെ എക്സാം നടക്കുന്നത്. അതിന് മുമ്പുള്ളൊരു സമയം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് സമയം എടുക്കാറുണ്ട്. അപ്പോൾ ഇവരുടേതും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഈ കാണുന്ന ആളുകൾക്ക് എന്താണ് ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും പി എസ് സി എന്താണെന്ന് അറിയാം, PSC എഴുതിയാൽ ജോലി കിട്ടും എന്നറിയാം. അതല്ലാതെ ഇതിൻ്റെ സമയത്തിൻ്റെ പ്രോസസ്സ്, ഇത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ലിസ്റ്റ് വന്നാൽ അതിൽ പിന്നെ നിയമനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല.
അപ്പോൾ ഇവർ 1 വർഷം കഴിയുന്നു, 2 വർഷം കഴിയുന്നു, 3-ാമത്തെ വർഷമാവുന്നു. പിന്നെ നാട്ടിലെ ഒരു ഒരു പരിഹാസ കഥാപാത്രം പോലെയാണ് അവർ. അതായത് അവരെ മുന്നിലല്ല, ബാക്കി ചുറ്റും, അവർക്ക് ചുറ്റും എല്ലാവരും ഈ പറയുന്ന പോലെ കുറേ കാലമായില്ലേ പഠിക്കുന്നത്, ഇത് എവിടെ കിട്ടാൻ പോകാനാണ്, ആ കുട്ടീനെ മര്യാദയ്ക്ക് നോക്കിക്കൂടെ ഇവർക്ക്, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്ത് അവർക്ക് ഇരുന്നാൽ പോരെ, ഇനി അങ്ങനെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ വല്ല ചെറിയ പ്രൈവറ്റ് ജോലി വരും മുമ്പ് ചെയ്തല്ലേ അതിന് പോയാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ തന്നെ ഇങ്ങനെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള പരിപാടികളിൽ കൂടിയ സമയത്തും ഡയറക്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ അടുത്ത് അങ്ങനെ പിന്നെ ഇത് കുറേ കാലമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇന്ന് വരെയും അവരാരോടും റെസ്പോണ്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. റെസ്പോണ്ടല്ല, റിയാക്ട് ചെയ്ത് കണ്ടിട്ടില്ല. അതായത് ആരൊക്കെ ഇപ്പോൾ കുറേ കാലമായല്ലോ പഠിക്കുന്നത്, എന്തേ കിട്ടുമോ, കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഒക്കെ ആവുന്ന സമയത്തും പിന്നെ അവരൊരിക്കലും ആരോടും ഒന്നും റിയാക്ട് ചെയ്യാറില്ല, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടിട്ടില്ല ഒരിക്കലും. അവർ ഒന്ന് എന്ന് പറയും. ആരോടും ദേഷ്യപ്പെട്ടിട്ടും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇന്നതാണ് ഇന്ന പ്രശ്നം കൊണ്ട് എക്സാം നടക്കാത്തതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. അവരൊരു മൂളലങ്ങ് മൂളും, അല്ലെങ്കിൽ ഒന്ന് ആന്ന് പറയും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചിരി ഇരിക്കും, അവിടെ ഇരിക്കും. അതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞു. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ആ സമയത്ത് അവർ എഴുതിയ എല്ലാ എക്സാമും അവർ ക്ലിയർ ചെയ്ത് ഒരു 25 റാങ്കിൻ്റെ ഉള്ളിൽ അവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം എനിക്കൊന്നൊരു 5 വർഷത്തോളം 4 വർഷത്തോളം അവർ പഠിച്ചിട്ടുണ്ട്. 5-ാമത്തെ വർഷമൊക്കെ ആയപ്പോഴാണ് പിന്നെ അവർക്ക് കിട്ടുന്നത്. ആ സമയത്തുള്ള LDC, LP, UP, പിന്നെ HSA ഈ എക്സാമുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ 25 റാങ്കിൻ്റെ താഴെ കിട്ടി. അവരവസാനം അവരിൽ ഏറ്റവും നല്ല സാലറി സ്കെയിലും ഒക്കെയുള്ള HSA അവർ ഓപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇയറും റാങ്കും കറക്റ്റായിട്ട് പറയുന്നില്ല, ചിലപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അത് റാങ്ക് ലിസ്റ്റ് നമുക്കറിയാലോ, വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഇതാണ് ഇവരുടെ ഒരു ലൈഫ്. ഇവരുടെ ലൈഫിൽ എന്താണ് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നമുക്ക് എടുക്കാൻ പറ്റുന്നത് തോന്നിക്കഴിഞ്ഞാൽ, അവർ നാവ് കൊണ്ടല്ല അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്തത്, അവരുടെ പ്രവൃത്തി കൊണ്ടാണ്, അവരുടെ ആക്ഷൻ കൊണ്ടാണ് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്കും എടുക്കാനുള്ളത്. അവരുടെ സാഹചര്യവും അത്ര നല്ല സാഹചര്യവും ഒന്നും ആയിരുന്നില്ല. അവർക്ക് വീട്ടിലെ ജോലിയുണ്ട്, ചെറിയൊരു കുഞ്ഞിനെ നോക്കാനുണ്ട്, ഈ ചുറ്റുപാടുള്ള ആളുകൾ മൊത്തം എതിരാണെന്ന് വെച്ചാൽ വെറും പുച്ഛമാണ്. പക്ഷെ അവരൊരു ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി കേട്ടോ. അവരാരെടുത്തും എപ്പോഴും അവരുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളെപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം, നമ്മളുടെ അടുത്ത് ഈ പറഞ്ഞ സപ്പോർട്ടൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്തും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കരയും, നമ്മൾ വിഷമിക്കും, നമ്മൾ എക്സാം നടക്കുന്നതുകൊണ്ടാണ്, നിയമനം നടക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് നമ്മൾ ആളുകൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കും, അല്ലേ, ബേസ്റ്റ് ഔട്ട് ആവും. പക്ഷേ നമ്മൾ ഏറ്റവും ലൈഫിൽ ഏറ്റവും റിയലൈസ് ചെയ്യേണ്ടത്, അത് പഠനത്തിൽ മാത്രമല്ല, അപ്പം ഞാൻ ഏറ്റവും റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ആളുകളാരും പൊട്ടന്മാരോ ഒന്നുമല്ല. പൊട്ടന്മാരെന്ന് വെച്ചാൽ മനസ്സിലാക്കാത്ത ആൾക്കാരൊന്നുമല്ല. എല്ലാവരും എല്ലാം മനസ്സിലാവുന്ന ആൾക്കാരാണ്. ആളുകൾ കണ്ടില്ല എന്നടിക്കുന്നതാണ്. അപ്പം അവിടെ നമ്മൾ കരഞ്ഞതുകൊണ്ടോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടോ ഒന്നും ആരും നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ വെറും തെറ്റായ വിചാരം. നമ്മളെ കണ്ണീര് കണ്ട ആളുകൾ മനസ്സിലാവും, മനസ്സലിയും, നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വെറുതെ വിചാരിക്കുകയാണ്. ഒരാളും മനസ്സിലാക്കാൻ നമ്മളെ പോകുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ബേസ്റ്റ് ഔട്ട് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ അമ്മുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറ്റം പറഞ്ഞ ആൾക്കാരും എല്ലാം ഉള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ ജോലി കിട്ടിയപ്പോൾ മറ്റേ 360 ഡിഗ്രി എന്ന് പറഞ്ഞ പോലെയാണ് ആൾക്കാർ ചേഞ്ച് ആയത്. അവരോട് ആൾക്കാർ ഇടപഴകുന്ന രീതി, അവരെ കാണുന്ന രീതി. ഇപ്പം ഈ കുറ്റം പറഞ്ഞ പല ആൾക്കാർ അവരുടെ മക്കളോട് പറയാം, ഇവരെ കണ്ടുപിടിക്കുക, എന്തൊക്കെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരാളല്ലേ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നല്ലേ അവർ ഇങ്ങനെ ജോലിയൊക്കെ വാങ്ങിയിട്ടുള്ളത്, അവരെ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ അവരാൾക്കാർ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ ഡിഫറെൻ്റായി. ഇവരാണെങ്കിലും ഇവരോട് ദേഷ്യം കാണിച്ച ഒരാളോടും അവർ മോശമായിട്ട് പെരുമാറിയില്ല. അവരെ സപ്പോർട്ട് ചെയ്യാത്ത, അവരെ കുറ്റം പറഞ്ഞ് നടന്നിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന് പോലും അവർ ജോലി കിട്ടിയതിന് ശേഷം നല്ല വില കൂടിയ ഗിഫ്റ്റുകളെല്ലാം അവർ ആദ്യത്തെ സാലറിയിൽ അവർ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ ശരിക്കും അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്തത് അവരുടെ പ്രവൃത്തി കൊണ്ടാണ്, അവരെ നാവ് കൊണ്ടല്ല. അപ്പം ഇത് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. ഇപ്പം ടെലഗ്രാമിൽ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പിന്നെ ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പല വിഷമങ്ങൾ, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അതായത് ആ കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവൾക്കൊരു 3 വയസ്സുള്ള മോനുണ്ട്.
അപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെ സപ്പോർട്ടും ഇല്ല, പ്രശ്നവും ഇല്ല. വീട്ടിലെ ജോലികൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ സമയം ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ആൾ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്, കോച്ചിങ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഭർത്താവിന് എന്താണെന്നറിയില്ല, ബുക്ക് കാണുന്നത് ഇഷ്ടമല്ല, ഭയങ്കര ദേഷ്യമാണ് ആൾക്ക് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ ചെയ്യാം മിസ്സേ? ഹസ്ബൻഡിന് വേറെ വേറെ പ്രശ്നമൊന്നുമില്ല. ആൾ നല്ല സ്നേഹമുള്ള സാധനം, ഐ മീൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്ന, അങ്ങനെ നോക്കാത്ത ആളൊന്നുമല്ല, ഒക്കെ നല്ല ആളൊക്കെ തന്നെയാണ്. പക്ഷേ ആൾക്ക് ഈ പിന്നെ ഇഷ്ടമല്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു ജോലി വേണം, കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അപ്പം എനിക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്, ഞാനൊന്നും ആയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ പറഞ്ഞു, നമുക്ക് ഒരിക്കലും ഭർത്താവിനോട് പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കുന്ന ഒരാളാണെന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം, ഭർത്താവ് എപ്പോഴും വീട്ടിലില്ലല്ലോ, ഭർത്താവ് ഇല്ലാത്ത സമയത്ത് പഠിക്കുകയും ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ആൾ തന്നെ ചേഞ്ച് ആവും. കാരണം ഞാനത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളെല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മളൊന്നും ചേഞ്ച് ചെയ്യാൻ പോകണ്ട, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ പലതരത്തിലുള്ള എപ്പോഴും ഈ വിവാഹം കഴിഞ്ഞ ആളുകൾ വിചാരിക്കുക, വിവാഹം കഴിക്കേണ്ടായിരുന്നു, വിവാഹം കഴിച്ചില്ല എനിക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു. അത് വെറുതെ വിചാരിക്കുക. വിവാഹം കഴിച്ചവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, വിവാഹം കഴിക്കാത്തവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിൽ പ്രശ്നങ്ങൾ നേരിടും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ റിയാലിറ്റി എന്താണെന്ന് നോക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുക. ഇതിലെന്തെങ്കിലും എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഭൂരിഭാഗം കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആളുകളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ആളുകളുടെ ചോദ്യങ്ങളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രയും നമ്മൾ ഏറ്റവും ഒതുങ്ങിയിരിക്കും, നമുക്ക് എന്തായാലും പുറത്തോട്ട് ആളുകളോടൊക്കെ ഇടപെടേണ്ടൊക്കെ ഒരാവശ്യങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇതെൻ്റെ റിയാലിറ്റിയാണ്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് ഞാൻ ഒന്നു ചെയ്താലും മാറില്ല. എപ്പം മാറും? എനിക്ക് ജോലി കിട്ടിയാൽ ഇതെല്ലാം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വാക്ക് പോലും മിണ്ടാതെ ഇതെല്ലാം മാറും. നിങ്ങളെ കുറ്റം പറഞ്ഞ് എല്ലാവരും നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും, നിങ്ങളെ അത്രയും ബഹുമാനത്തോടെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ലോകം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മുടെ കൺട്രോളിലുള്ള ഒരേ ഒരു കാര്യം നമ്മുടെ പഠനം മാത്രമാണ്. അപ്പം അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക. വെറുതെ രാവും പകലും പഠിക്കുക എന്നുള്ളതല്ല, അത് ശരിയായ രീതിയിൽ പഠിക്കുക, കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, കൃത്യമായി പഠിക്കുക, റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. നമ്മുടെ മെൻ്റൽ ഹെൽത്തും അതുപോലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും നന്നായിട്ട് നോക്കുക. കാരണം ഈ നമ്മുടെ ഹെൽത്താണ് നമ്മളെ ബാക്കിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് മാത്രം നോക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകൾക്കും മറ്റുള്ളവർ പറയുന്നതിനൊക്കെ നമ്മൾ ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരിടണ്ടാവുള്ളൂ. നമ്മൾ മനുഷ്യന്മാരാണ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് വിഷമം വരും, നമ്മുടെ ഉള്ളിലേക്ക് ഇതൊക്കെ കയറും, ശരിയാണ്. പക്ഷേ നമ്മുടെ അപ്രോച്ച് മാറ്റുക, നമ്മളൊന്ന് പർപ്പസ്ഫുള്ളി നമ്മളതിനൊരു എഫേർട്ട് എടുക്കുക. ഇങ്ങനെ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ അകത്തോട്ടെടുക്കുന്നത്, അല്ലെങ്കിൽ അതിന് നമ്മളൊരു കൊടുക്കുന്ന ഒരു സീരിയസ്നെസ് എന്ത് ചെയ്യുക, നമ്മൾ കുറയ്ക്കുക. പകരം നമുക്ക് കിട്ടുന്ന സമയം ഏറ്റവും എഫക്റ്റീവായി, നിങ്ങൾ 8-10 മണിക്കൂറൊന്നും പഠിക്കേണ്ട, ഒരു ദിവസം 3 മണിക്കൂറേ പഠിക്കാൻ പറ്റുമെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ 3 മണിക്കൂർ പഠിച്ചിട്ടും ജോലിക്ക് കയറും. പക്ഷേ ആ പഠിക്കുന്ന സമയം അത്രയും എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഉറപ്പായിട്ടും നമ്മളെ ലൈഫ്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. അപ്പം അവിടെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടും ഒരു എക്സ്പ്ലനേഷനും ഒന്നും നൽകേണ്ടതില്ല. അപ്പം എല്ലാവരും ഒന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം ഈ വീഡിയോ ഒക്കെ കണ്ടിരിക്കുന്നവർ ഒരു 5 മിനിറ്റ് ഇരിക്കുക, ഒന്നൊന്ന് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, എന്തൊക്കെയാണ് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക, ഇല്ലെങ്കിൽ അതിനെ വിട്ടേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്നും നാളെയും ജോലി കിട്ടി ലൈഫ് ശരിയാവുന്നല്ല, പക്ഷേ ഒരു നിയർ ബൈ ഒരു 1-2 വർഷത്തിനുള്ളിൽ ശരിയായ രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈഫ് ചേഞ്ച് ആവും. താങ്ക് യു.